ഹലോ, ഇന്നൊരു കുട്ടി വ്ളോഗാണ്. ഞാൻ എൻ്റെ ആലുവയിലുള്ള വീട്ടിലേക്ക് പോകുന്ന വ്ളോഗാണ്. പക്ഷെ എവിടെ പോയാലും ഞാൻ എൻ്റെ ബാഗ് നിറച്ച സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇവിടെയുള്ള മിച്ചറും പിന്നെ ഒരു ദിവസം നിൽക്കണമെങ്കിലും ഉടുപ്പും പിന്നെ മെഡിസിൻസും എല്ലാ സാധനങ്ങളായിട്ട് പോവാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ബാഗൊക്കെ തൂക്കി റെഡി ആയിട്ടുണ്ട്. ഇനി ഹെൽമെറ്റ് വയ്ക്കാനുള്ള മഹാമഹമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള പോക്കാണ്. വണ്ടിയിലൊക്കെ കയറണമെങ്കിൽ വണ്ടിയൊക്കെ ഒന്ന് ചരിച്ചൊക്കെ കൊടുക്കണം, എന്നാലേ കയറുള്ളൂ ഉണ്ണി വയറായിട്ട്. പിന്നെ എല്ലാവരും ചോദിക്കും ബൈക്കേ പോകാമോന്ന്. കുറച്ച് ദൂരമുള്ളതുകൊണ്ട് മാത്രമാണ് ബൈക്കേ പോകണം. അല്ലെങ്കിൽ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ടൈമിന് നമുക്ക് എത്താൻ പറ്റില്ല. ബ്ലോക്കായിരിക്കും. അപ്പോൾ പതിയെ ബാഗൊക്കെ ഞാൻ തന്നെയാണ് നോക്കണം എന്തെങ്കിലും എടുത്തെങ്കിലും. അപ്പോൾ ആലുവയിൽ ദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കുസാറ്റ് വഴിയുള്ള റോഡിൽ കൂടിയാണ് കയറിയേക്കണം. അപ്പോൾ ഇത്തിരി ബ്ലോക്കും കാര്യങ്ങളും കുറവായിരിക്കും. എല്ലാം ഒന്നും എടുത്ത് തരുന്നില്ല. എല്ലാം എടുത്ത് തരുന്നില്ല. വീഡിയോന്റെ ഇത് വളരെ കൂടും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള ഈ പോക്കും കുറച്ച് ബാക്കി പുള്ളിക്കാരുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് തുടങ്ങി. അതേ പെട്രോൾ പമ്പിൽ കയറി. അപ്പോൾ കുറച്ച് നേരം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. കാലൊന്ന് കഴച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാറി ഞാൻ പെട്രോൾ അടിച്ച് വന്നു. പിന്നെ വണ്ടിക്ക് ബാക്കിൽ ചെറിയൊരു പിടുത്തമുള്ളതുകൊണ്ട് ഒന്ന് കുറച്ച് നേരം നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോൾ ഏകദേശം ആലുവ എത്താറായി. ആലുവ മെട്രോ സ്റ്റേഷനായി. നമ്മുടെ ആലുവ പാലം അവിടെ ദൂരെ കണ്ട റെഡ് കളറിൽ ആലുവ മണപ്പുറം. അപ്പോൾ ആലുവ പാലം കഴിഞ്ഞു. ഇനി നേരെ പറൂക്കാവല. അവിടെ നിന്ന് അടുത്ത ഒരു പാലവും കൂടി കയറാണ്ട്. അത് കയറി കഴിഞ്ഞാലാണ് മംഗലപ്പുഴ പാലം. എന്നിട്ട് മംഗലപ്പുഴ പാലമാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പുറകെ എടുക്കാൻ മറന്നുപോയി. ഇപ്പൊ വീടിന്റെ മുമ്പിലെത്താറപ്പോഴാണ് വീണ്ടും ഓർത്തത്. അപ്പോൾ ഈ കാണുന്ന കുഞ്ഞു വീടാണ്, ഈ കാണുന്ന നീലപ്പേനുള്ള വീട്. അതിന്റെ നേരെ ഫ്രണ്ടിൽ കൊണ്ട് ചവിട്ടി അങ്ങോട്ട് നിർത്തി. വീടിന്റെ പേരാണ് ഹൈലൈറ്റ് അല്ലേ. പേരും വീടും അതാണെന്ന് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ശിശിരം എന്നാണ് വീടിന്റെ പേര്. അങ്ങനെ ഇതാണ് വീടും പരിസരമൊക്കെ. ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു കിണറുണ്ട്. കിണറിലെ വെള്ളമാണെങ്കിൽ എത്ര ശരിയാക്കിയാലും ശരിയാവാത്ത വെള്ളം. പിന്നെ അത് വീണ്ടും വീടിൻ്റെ പേര് കാണുന്നുണ്ട്. അകത്തേക്ക് കയറിയുമ്പോൾ ഒരു ചെറിയ ഹോളുണ്ട്. ഒരു ഷോ കേസുണ്ട്. ഒരു ദിവാങ്കോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ ഊണുമേശയുണ്ട്. പിന്നെ അടുക്കള, ഒരു 2 റൂം. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു വീട്ടിലുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം. ഇതാണ് മറ്റേ ബെഡ്റൂം. അമ്മേനെ വിളിച്ച് അമ്മ ചിരിക്കുന്ന സീനാണ് കാണുന്നത്. അച്ഛനാണെങ്കിൽ മുറ്റത്ത് കരിയിലൊക്കെ വാരിക്കൊണ്ടുവന്ന തിരക്കിലാണ്. ഇന്ന് ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു. ബാക്കി വീഡിയോ നാളെ കാണാം.